സമരസമിതിയുടെ ഇരകളെ സമരസമിതിയെ സഹായിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വല്ലാത്തൊരു വഞ്ചനയുടെ ഈ അധികാരികൾ, ഈ ഫ്രഷ്കട്ടിന്റെ മുതലാളിമാരും കൂടെ ഒത്തുചേർന്ന് ഒരു നാടിനെ മുഴുവൻ ചതിച്ച ഒരു വല്ലാത്തൊരു അനുഭവത്തിന്റെ പുറകിലാണുള്ളത്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ നമ്മള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടി അവസാനം നമ്മുടെ അടുത്ത് വന്ന് ഈ സമരപ്പന്തലിൽ വന്ന് നമ്മളോട് പറഞ്ഞു, ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സമരം താൽക്കാലികമായി ഒന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ ഈ സമരസമിതിയിലെ ഈ 4000-ഓളം കുടുംബങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഇവിടുത്തെ അധികാരവർഗത്തിന്റെ പിന്തുണയോടെ ഈ നാട്ടുകാരെ മുഴുവൻ വീണ്ടും അതിശക്തമായ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് ഈ കമ്പനി മുന്നോട്ട് പോവുകയാണ്. ഈ കമ്പനിയുടെ ഈ പ്രവർത്തനത്തിനെതിരെയാണ് ഈ നമ്മുടെ നാട്ടിലെ ഈ ആബാലവൃന്ദം ജനങ്ങളും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനിയൊരു ഒത്തുതീർപ്പോ കാര്യങ്ങളോ ഇല്ല. അവരോട് അന്ന് അന്തിമമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ വാക്കുപാലിച്ച് ഇത് എടുത്തുകൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. ആ അന്തിമ സമരത്തേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. അതിൽ കുറെ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഏതെല്ലാം പ്രയാസം വന്നാലും ശരി, അതിന്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശരി, ഈ സമരസമിതി അതിന്റെ അന്ത്യം കാണുന്നേരം വരെ ഇവിടെ ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ബാബു കുടിക്കലിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ചെയർമാൻ നമ്മുടെ പുഷ്പാകരൻ കൂടത്തായ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.